السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ വിശ്വാസിനിമാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശന വിധിവിലക്കുകൾ ജീവനത്തൊരു പ്രതി ഓരോ സന്ദർഭത്തിലും, പ്രത്യേകിച്ച് ഞങ്ങളെ രഹസ്യ ജീവനത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടു ഏറ്റവും നല്ല മുത്തഖിയായിട്ട് ജീവിക്കൂ, ശ്രദ്ധിക്കണോ ചെന്ന് സ്വന്ത നഫ്സറെ മറക്കാണ്ടൂടെ കൂടിയതായി ഓരോ വിശ്വാസിനിമാരൊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಕಿ ಉಂಟುಳ್ಳೆ, ഉപദേശ ആക്കി ഉണ്ടുള്ള. അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കരുതായ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കരുതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ട് മരിക്കുകയും നാല് പരലോകത്തവന്റെ ജന്നാത്തുൽ ഫിർദൗസുലു ഇതുപോലെ ഒട്ടിಗೆ ಸೇರಗೊಳ್ಳದಾಯ ಮಹಾ ಸೌಭಾಗ್ಯ
ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തും അള്ളാഹു നൽകിയിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ ഏറെ പരിചയമുള്ളതായ സൂറത്തായി തിക്കർ സൂറത്തുൽ ബഖറ. അതിൽ 2-3 ആയത്തായി തിക്കർ നിങ്ങളെ മുന്നല ഓതിയിട്ടുള്ളി. 155, 156, 157 വചനമായി തിക്കർ ആയത്തായി തിക്കർ നിങ്ങളെ മുന്നല ഓതിയിട്ടുള്ളി. ഒരു വിശ്വാസിയുടെ ജീവനത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളായി തിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചിട്ടുള്ളേ. ഈ ലോക ചെല്ലത് അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷണരെ ലോകമാക്കിത്തായിട്ട് അല്ലാഹു മാറ്റിയിട്ടുള്ളത്. പരീക്ഷണമില്ല മാറി ഈ ലോകത്തു ഒരു വിശ്വാസിയും ഒരു മനുഷ്യനും മരിച്ചു പോണ്ടില്ല. അത് തീർച്ചയായി തിക്കറും മരണത്തിനെയും ഹയാത്തിനെ ലക്ഷ്യ അല്ലാഹു സുബ്ഹാനഹു തആല മുന്നൽ വെച്ചിട്ടുള്ള ഒരു കണ്ടീഷനായി തിക്രലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളെ പരീക്ഷിക്കുകയായി തിക്ര അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തെയും മരണത്തെയും അല്ലാഹു ഉണ്ടാക്കിയത്. ഇപ്പൊ ജീവിതത്തിൽ ഉറപ്പായിട്ടും പരീക്ഷണമുണ്ടാവും. എല്ലാ രീതിയിലും അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുവാണ്. ആ പരീക്ഷണത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുണ്ടോ അതായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ അല്ലാഹു സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് അവനക്ക് സബറുണ്ടാവണമുണ്ട്. ഏറ്റവും വലിയ ഗുണമായി തിക്റ് സബറാക്കുന്നത് ചെല്ലും. ഏത് അക്രമിനെയും കീഴ്പ്പെടുത്തകൂ, അവന്റെ നന്നാക്കിയെടുക്കൂ സബറ് കൊണ്ട് മാത്രമേ സാധ്യാച്ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് പ്രതിസന്ധി എന്നെങ്കിലും, ഏത് കഷ്ടപ്പാടിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും സബറാക്കൂ സാധിക്കുന്നുണ്ടായെങ്കിൽ ഇരു ലോകത്തും അവനക്ക് വിജയമുണ്ടാവൂ ചെന്തായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. വല തസ്തവിൽ ഹസനതു വല സയ്യിഅ. നല്ലതും ബെടുക്കും വർക്കത്തുകു സമാനമാവില്ല. ഹറാമും ഹലാലും വർക്കത്തുകു സമാനമാവുറമേ ഇല്ല. നല്ല സ്വഭാവവും ബെടുക്ക് സ്വഭാവവും അത് വർക്കത്തുക്കും സമാനാവില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും നല്ലത് കൊണ്ടൊത്തു നീ തടുക്കണോ. നല്ല സ്വഭാവം കൊണ്ടൊത്തു, നല്ല പൽക കൊണ്ടൊത്തു, നല്ല പ്രവർത്തന കൊണ്ടൊത്തു നീ തടുക്കണോ. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. എത്ര വലിയ ശത്രുവായിട്ടെങ്കിലും സബറിന്നുണ്ടായെങ്കിൽ, സ്വഭാക്കുറണ്ടായെങ്കിൽ അവിടെ നിന്റെ മിത്രമായിട്ട് മാറുവാണോ. നല്ലത് കൊണ്ടൊത്തു, നല്ല സ്വഭാവം കൊണ്ടൊത്തു, നല്ല പൽക്ക കൊണ്ടൊത്തു ഒരാളെ എനിക്ക് കീഴ്പ്പെടുത്തൂ സാധ്യാവുണ്ടായെങ്കിൽ അതായത് ഏറ്റവും നല്ല ഒറ്റ ചങ്ങാതിയായിട്ട് മാറകു സാധ്യാവുമായുലക്കാഹ ഇല്ലല്ലദീന സബറു. അത് സബറിന്നക്ക് മാത്രമേ സാധ്യ. ആ പണി സബറിന്നക്ക് മാത്രമേ കിട്ടുന്നത്. ഒരാളെ നന്നാക്കിയെടുക്കൂ സാധിക്കുന്നത് അത് സബറ് കൊണ്ടായിത്തിക്കണോ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എല്ലാ രീതിയിലുള്ള പരീക്ഷണ ഞങ്ങൾ ആക്രമി വലനബ്ലുവന്നക്കും ചെന്ന് അറബിക്ക് ഗ്രാമർ പഠിച്ചതായ ആൽമാർക്ക് മനസ്സിലാവൂ. അത് തൗക്കീദരെ നൂനായി തിക്കറ് ശക്തി കൂടുകയായിട്ട് ഉറപ്പിക്കുകയായിട്ട് ഉറപ്പ് നിങ്ങൾ പരീക്ഷ ആക്രമേ. അത് എത്ര വലിയ ആളാവട്ടെ, പൈസ ഇന്നവനാവട്ടെ പൈസ ഇല്ലാത്തവനാവട്ടെ, പാവത്തവനാവട്ടു പണക്കാരനാവട്ടു രോഗിയാവട്ടു ആരോഗ്യമുള്ളവനാവട്ടു എല്ലാരും ഞങ്ങൾ പരീക്ഷിക്കുക തന്നെ. അള്ളാഹു ചൊല്ലും ശക്തി കൂട്ടിത്ത് അല്ലെ ശക്തി കൂട്ടിത്തായിത്തിക്കറ അള്ളാഹു ചെല്ലത് ഞങ്ങൾ പരീക്ഷിക്കണ. ആ പരീക്ഷണത്തിൽ നിന്ന് ആ രക്ഷപ്പെടുക പോണ്ടില്ലാണ്ട് അർത്ഥം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ.
അല്ലാഹു സുബ്ഹാനഹു തആല അതിരെ ಬೇರೆ ಬೇರೆ ವಿಧ പഠിപ്പിച്ച എല്ലാവർക്കും ഒരേപോലെ പരീക്ഷണ ഉണ്ടാവില്ല. പണക്കാർക്ക് പണക്കാരന്റെ പരീക്ഷണ ഉണ്ടാവും. നബുലൂക്കും അല്ലെ അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നു നബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഖൈറുലും ഷർറുലും അല്ലാഹു സുബ്ഹാനഹു തആല ഫിത്ന ഉണ്ടാക്കൂ. അല്ലെ പൈസ ഇന്നവനൊട്ടിയും പൈസ ഇല്ലാത്തവനൊട്ടിയും. പൈസ ഇന്നുണ്ടെങ്കിൽ അവൻ്റെതായ പരീക്ഷണം ഉണ്ടാവും, ആർഭാടങ്ങൾ ഉണ്ടാവും, ധൂർത്തുണ്ടാവും. അവന്റെ മുന്നിൽ എല്ലാം തുറന്നു വെച്ചതായിരിക്കും. ദുനിയാവിങ്ങനെ തുറന്നു വെച്ചിരിക്കും. ഏത് പോകും നിന്റെ പൈസ ഉണ്ടല്ലേ ചന്ത് ഹൃദയത്തിൽ പിശാചിങ്ങനെ ഇട്ടുകൊണ്ട് ഏത് പേനെങ്കിൽ കാക്കൂ. മുതലുണ്ടല്ലേ ചെന്തല്ലേ ആ പരീക്ഷണ അനുഭവം ഉണ്ടാവും. പണമില്ലാത്തവന് കഷ്ടപ്പാടില് ബുദ്ധിമുട്ടില് ജീവിക്കുന്നതായ അനുഭവം ഉണ്ടാവും. അതിലെ ചില ഭാഗങ്ങൾ മാത്രമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചിലരെ മിനൽ ഖൗഫി ഭയപ്പാട് കൊണ്ടൊത്തു, വലിയ യുദ്ധങ്ങൾ കൊണ്ടൊത്തു. അല്ലെ പല നിലക്കുള്ളതായ പുതിയ പുതിയ വാദങ്ങൾ വർമ്മത്തുകു, ഹുക്കുമ് വർമ്മത്തുകു, വിധി വർമ്മത്തുകു, അങ്ങനെ പല നിലക്കുള്ളതായ പേടിപ്പിക്കൽ അല്ലാഹു ഉണ്ടാക്കുവാണ്. പല നിലക്കുള്ള പേടിപ്പെടുത്തൽ, അത് ഭൂകമ്പമാവും, കാത്താവും, മലാവും, അല്ലെങ്കിൽ യുദ്ധമാവും, എല്ലാ രീതിയിലുള്ള പരീക്ഷകൾ പേടി കൊണ്ടൊത്ത് അല്ലാഹു പരീക്ഷിക്കുവാണ്. അതുപോലെ വൽ ജൂഇ പട്ടിണി കൊണ്ടൊത്തു, കഷ്ടപ്പാട് കൊണ്ടൊത്തു. ഒരു നേരത്തെ ഭക്ഷണ പോലും കഴിക്കുക സാധിക്കാത്ത ആൾമാരുണ്ടാവൂ. എവിടെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും ഭക്ഷണം കാത്തുത്തു, ആരെങ്കിലും എന്തെങ്കിലും തറുവാറ ചന്ത് കാക്കുരെ, ആ ഒരു അവസ്ഥയും ഉണ്ടാവും. ഞങ്ങൾക്കല്ല അത് വന്നിട്ടില്ല, അത് മനസ്സിലാക്കുകയും സാധ്യാവില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പടിവാട്ടി തണ്ടത് അല്ലെ ഞങ്ങൾക്കത് മനസ്സിലാക്കുക സാധ്യമല്ല. കാരണം ഞങ്ങ നല്ല നിലക്ക് ജീവിച്ചോണ്ടുള്ള അല്ലെ അഹ്ലുൽ ബലാഗരെ ജാഗക്ക് പോയിട്ട് നോക്കണം. അപ്പായത്തിക്കറ് മനസ്സിലാവുന്ന ഒരാൾക്ക് എന്തൊരു കഷ്ടപ്പാട് ഉണ്ട്. കഷ്ടപ്പാട് ലോകത്തേക്ക് പോയിട്ട് നോക്കണോ ഉണ്ട്, അല്ലെങ്കിൽ ഫലസ്തീന് പോകണോ, അല്ലെങ്കിൽ ഉത്തരേന്ത്യക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ സ്വതന്ത്രമായിട്ട് സുഖമായിട്ട് ജീവിക്കുമ്പോഴത്തേക്കു അഹ്ലുൽ ബലാഗരെ ലോകത്തേക്ക് ജാഗക്ക് പോയിട്ട് നോക്കുമ്പോഴത്തേക്കു ഞങ്ങളെ അനുഗ്രഹ സ്വാതന്ത്ര്യ ಎಂದ್ರೆ ಚಂತು മനസ്സിലാക്കുക സാധ്യാವರು അല്ലാത്തവನಿಗೂ മനസ്സിലാക്കുക സാധ്യമേ അല്ല. പട്ടിണി കഷ്ടപ്പാട് അനുഭവിക്കற ലോകത്ത് പോകണോ അപ്പായത്തേക്കറ് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാമാർ കഷ്ടപ്പെടരെ ആൽമാരെ കാണുമ്പോഴത്തേക്കു അൽഹംദുലില്ലാ ചಂತು സ്തുതിക്കൂ ഞങ്ങൾക്ക് സാധ്യാവുന്നത്. അതുപോലെ സമ്പത്ത് കൊറോടിയാക്കിയിട്ടും പരീക്ഷിക്കുക. കഴിഞ്ഞ വർഷ ഇന്ന ലാഭമല്ല ഈ വർഷം ഉള്ളത് കിട്ടും അല്ലെ. കഴിഞ്ഞ വർഷ നിങ്ങൾക്ക് നല്ല ലാഭം ഇന്നത്തെ കച്ചവടത്തിൽ, ഈ വർഷം എന്തും ഇല്ല. അല്ലാഹു ഒരു പരീക്ഷണമായി തിക്കറ് സമ്പത്ത് കൊറോടിയാക്കിത്തും പരീക്ഷിക്കുവാൻ. വൽ അൻഫുസി അതുപോലെ വേണ്ടപ്പെട്ട ആൽമാരെ മരിപ്പിച്ചെത്തും, മരണപ്പെട്ടുകൊണ്ട് ചങ്ങായിമാറും അതുപോലെ അടുത്ത കുടുംബാംഗങ്ങളും വേണ്ടപ്പെട്ട മുട്ടത്തെ ആൽമാറും മക്കള് അതുപോലെ മാതാപിതാക്കന്മാര് ഇങ്ങനെ മുട്ടത്തെ ആൽമാറ് വേണ്ടപ്പെട്ട ആൽമാർ മരണപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ പരീക്ഷനായി തിക്കറ്. വസ്സമറാത്ത് അതുപോലെ കൃഷിവർഗങ്ങള് അല്ലെ കൊറോടിയാക്കിത്ത് അല്ലാഹു പരീക്ഷിക്കുവാൻ. ഇത് എല്ലാത്തും അല്ലാഹു സുബ്ഹാനഹു തആല ഇതല്ലാത്ത ഏതെല്ലാം പരീക്ഷണങ്ങൾ അല്ലാഹു ഉണ്ടാക്കിയാണ് എല്ലാം ഞങ്ങളെ പരീക്ഷിക്കുകയായി താഴ്ത്തിക്കുക. അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ രോഗങ്ങൾ വരുവാൻ എല്ലാത്തിലും പരീക്ഷിക്കുവാൻ. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നതായ ആൽമാർക്ക് അൻകായ്ത്തിക്കർ സന്തോഷ വാർത്ത കൊടുക്കാനായത് വബശ്ശിരി സ്വാബിരീൻ, വബശ്ശിരി സ്വാബിരീൻ സ്വബുറാക്കൃതായ ആൽമാർക്ക് സന്തോഷ വാർത്ത കൊടുക്കണോണ്ട്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, ഒരാൾക്ക് ഒരു വിശ്വാസിക്ക് ഏത് ആപത്ത് ബർമത്തുകു മുസീബത്ത് ബർമത്തുകു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് മരിക്കുമ്പത്തുകു മാത്രം ചെല്ലുകൊള്ളതല്ല. ഏതൊരു ആപത്ത് ബർമത്തു ഇന്നാ ലില്ലാഹ് ഞങ്ങൾ അല്ലാഹുകുള്ള അയത്തിക്കറ, ഞങ്ങൾ അല്ലാഹുക്ക് പേരായിത്തിക്കരോട് ഈ ലോകത്ത് വന്നിട്ടുള്ള അല്ലാഹു പരീക്ഷനായിത്തിക്കരോടുള്ള. അതുകൊണ്ടു ഇന്നാ ഇലൈഹി റാജിഊൻ ഞങ്ങൾ മടങ്ങിപ്പോണ്ടായിത്തിക്കറ. അല്ലാഹുകു ശാശ്വതമല്ല ഞങ്ങളെ പരീക്ഷവും ഞങ്ങളെ പ്രയാസവും ഈ ലോകത്തോട് അവസാനിക്ക് തിരിച്ചു പോവുകൊണ്ടോ
നല്ല പരീക്ഷണ മാത്രമായി തിക്കറ് മരണത്തോടു കൂടിത്ത് എല്ലാം തീർന്നു പോകേണ്ടതായി തിക്കറ് അതുകൊണ്ട് സോബറാക്കിത്ത് ജീവിക്കുന്നതായ ആൾമാർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ അങ്കായി തിക്കറ് അല്ലാഹുവേ രക്ഷയുള്ളത് റഹ്മത്തുള്ളത് വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ വിജയിച്ചതായ ഹിദായത്തിലെ ആൾമാർ അങ്ങായി തിക്കറ് അതല്ലാണ്ട് വേറെ ആരുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട കാര്യമായി തിക്കറുടെ ചെന്നത്തുല്ലെ സോബുറാക്കുന്നത് അല്ലെ ഏതെങ്കിലും പ്രയാസവർ മൊത്തുകു പല നിലക്കുള്ളതായ ചിന്തനകൾ കടന്നു പറു ഇതിനൊക്കെ ജീവിച്ചിട്ട് കാര്യമില്ല പലതും അങ്ങ് കണ്ടോണ്ടുള്ള മുസ്ലിം സമുദായത്തില് അല്ലെ ആത്മഹത്യകൾ വർദ്ധിച്ചോണ്ടുണ്ടോ അത് എത്ര ചെന്നിട്ടെങ്കിലും പഠിച്ച ആൾമാർ ഡോക്ടർമാർ പോലും അല്ലെ കഴിഞ്ഞ 2 വർഷം മുന്നാല് അല്ലെ തിരുവനന്തപുരത്തിൽ ഒരു ഡോക്ടറായി ഒരു സ്ത്രീ സഹനാച്ചലുടെ ഒരു പെൺകുട്ടി നല്ല സമ്പത്തുണ്ടു വിവരമുണ്ട് ഡോക്ടറായിട്ട് പഠിച്ചോണ്ടുള്ളേ ചെറിയ നിസ്സാരമായ പ്രശ്നത്തേക്ക് വിവാഹ ആലോചന തപ്പിയതിന്റെ പേരിൽ അല്ലെ ആത്മഹത്യാക്കിയ നിങ്ങൾക്ക് കാണൂ സാധ്യപ്പ വിവരവും വിദ്യാഭ്യാസം ഇന്നുണ്ടായെങ്കിലും അല്ലെ ആ മനസ്സുക്ക് ആ ഒരു ഈമാൻ ഇന്നുണ്ടായെങ്കിൽ അള്ളാഹുടെ കുറിച്ചിട്ട് നെൻപ്പ് ഇന്നുണ്ടായെങ്കിൽ അത്തരത്തിൽ പോകു സാധ്യമേ അല്ല ഉണ്ട് അള്ളാഹുരെ ആ ബന്ധ കുറോടിയായിട്ടുണ്ട് അതുകൊണ്ടായിത്തിക്കൽ ആൾമാർ ഇത്തരത്തിലുള്ള മാർഗത്തുക്ക് ചിന്തിച്ചോണ്ടുള്ള ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം നിരാശായി പോകേണ്ടതായ ആൾമാർ നിരാശാവരെ ഇനി രക്ഷയില്ല ഇനി ഒരു നിലക്കും എന്റെ കടം വീട്ടക്കും സാധിക്കില്ല അല്ലെങ്കിൽ ഈ 2 രോഗം ഇതിനൊക്കെ തീരില്ല ഞാൻ ഇത് എത്ര ഇനി സഹിക്കണം എത്ര നൊമ്പലാണ് സഹിക്കണം എത്ര കഷ്ടപ്പാട് സഹിക്കറ് ചെന്ന് അവസാനിപ്പിക്ക തീരുമാനിക്കുന്നതായ ആൾമാർ അതും വിശ്വാസിമാരുടെ ഇടയിലുണ്ടു ചെല്ലുമ്പോത്തും വലിയ ഒരു ദുഃഖകരമായിട്ടുള്ള ആ വിഷയത്തിക്കർ മനസ്സിലാക്കണം അല്ലെ മുസ്ലിം സമുദായത്തില് ഇത്തരത്തിലുള്ള ആൾമാർ കുറോടിയായി തിക്കറ് ലിസ്റ്റ് എടുത്ത് നോക്കിയുണ്ടായെങ്കിലും ആത്മഹത്യരെ ലിസ്റ്റ് എടുത്ത് നോക്കിയുണ്ടായെങ്കിലും ഇത് കുറോടിയായി തിക്കറു കാരണം ഗൊന്തുണ്ടു വിശ്വാസിമാർക്ക് പഠിച്ച ആൾമാരായി തിക്കറ് ഇതോടുകൂടി തീർന്നായി തിക്കറ് അല്ലെ കാലാകാലം നരകത്തുക്ക് പോകേണ്ടതായ വലിയ ആപത്തായി തിക്കറ് ആത്മഹത്യ ചെല്ലത് ഇത് പണ്ടത് നിരാശാവുമ്പത്തുകൂ ടെൻഷനാവുമ്പത്തുകൂ അല്ലെ ഇനി ജീവിക്കൂ സാധ്യമേ അല്ല ചെന്ന് മനസ്സിലാക്കുന്ന വിശ്വാസിമാർ അതിനെ കാട്ടി അപ്പറ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കഴിവുണ്ടു ചെല്ലതായ ആ ഈമാൻ വേണോ അള്ളാഹു എല്ലാം നോക്കുറാണ് ചെല്ലതായ ആ വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു തആല ചെല്ലത് സത്യവിശ്വാസിമാരെ ലക്ഷണമല്ല വലാ തൈഅസു മിർ റൗഹില്ലാ ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ അത് കാഫിരീങ്ങളെ സ്വഭാവത്തിക്കറ് അല്ലെ ക്ഷമയില്ലാത്ത ആൾമാര് നിരാശായി പോണ്ട ആൾമാർ അള്ളാഹുവിൽ നിന്ന് നിരാശ ഉണ്ടാവും അല്ല തഖ്നതു മിർ റഹ്മത്തില്ല നിങ്ങൾ നിരാശാവണ്ടാണ്ട് നിങ്ങൾ ബേജാറാവണ്ട എല്ലാത്തിനും പരിഹാരമുണ്ടോ ഇന്ന മഅൽ ഉസ്രി യുസ്റാ എല്ലാ കഷ്ടത്തൊട്ടിക ഒരു അല്ലെ പ്രയാസത്തൊട്ടിക എളുപ്പമുണ്ടു ഒരു ഗുഡ് 19 പ്രയാസമുണ്ട് അത് ഇലിമൊത്തുകു ഈസി ആയി തിക്കറ് അതുപോലെ എല്ലാ പ്രയാസങ്ങൾക്കും ഒരു 4 ബറകുണ്ടു ചെല്ലതായ ആ ഒരു വിശ്വാസിക്ക് ഉണ്ടാവുമ്പൊത്തുകായി തിക്കറ് അല്ലെ അവന് വിജയിക്കുന്നത് അള്ളാഹുരെ സഹായവനുക്ക് ഉണ്ടാവുന്നത് അല്ലാണ്ട് ഏതെങ്കിലും കഷ്ടപ്പാടുണ്ടു പ്രയാസമുണ്ടു കടമുണ്ടു ചെന്ന് ആത്മഹത്യ ആക്കുക പോയിട്ടായെങ്കിൽ അവരുടെ ജീവിത ഇടീ നഷ്ടത്തിലായി തിക്കറ് ചെന്ന് മനസ്സിലാക്കണം ഇതെല്ലാം അള്ളാഹുരെ സംബന്ധിച്ചിട്ട് പഠിക്കാന്ന് അതിൽ നിന്ന് ദൂരെ പോകുമ്പോത്തുക അള്ളാഹുവിൽ നിന്ന് മാറി പോകുമ്പോത്തുക ഖുർആനിൽ നിന്ന് മാറി പോകുമ്പോത്തുക അള്ളാഹുരെ സംബന്ധിച്ചത് പഠിക്കാതെ വരുമ്പോത്തുക ആയി തിക്കറ് ഇത്തരത്തിലുള്ള ചിന്തനകൾ വന്നിട്ടുള്ളത് ഈമാന് ദുർബലമായ ഉണ്ടുണ്ടു ഈമാന് നഷ്ടപ്പെടുമ്പോത്തും ഇത്തരത്തിലുള്ള ആലോചനകൾ വന്നിട്ടുള്ളത് ഇപ്പൊ അള്ളാഹുമായിട്ട് അടുക്കുള്ളതായ കാര്യങ്ങൾ എന്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുമായിട്ട് നല്ല ബന്ധത്തിൽ ഏർപ്പെടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തുണ്ടോ അതിൽ ഒന്നാമതായിട്ട് അള്ളാഹുമായിട്ട് അടുക്കുള്ള കാര്യമായിട്ട്
നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യരുത്. നിർബന്ധമായ കാര്യങ്ങളാക്കിക്കൊണ്ടിരിക്കണു. നിസ്കാരം 5 വക്തുള്ള നിസ്കാര കൃത്യമായിട്ട് നിർവഹിക്കണം. അതിൽ സമാധാനമുണ്ടോ അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതായ കാര്യങ്ങളായി ദിക്റ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മുട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചെന്നെങ്കിൽ അസ്സലാത്തു അലാ വക്തിഹാ, നിസ്കാരാദരെ സമയത്തുക നിർവഹിക്കണോ. ഞങ്ങളെ ഇഷ്ടം പോലെ നന്റെ ഫ്രീ ടൈമുകളും നക്ക് ഫ്രീ കിട്ടുമ്പൊത്തുക പോയി നിസ്കരിക്കുക, അതല്ല, കൃത്യമായിട്ട് നിർവഹിക്കണം. 5 വക്തും അതിരെ സമയത്ത് നിർവഹിക്കണം. അപ്പൊ അള്ളാഹു ഞങ്ങളെ ഇഷ്ടപ്പെടുവാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടുണ്ടായെങ്കിൽ അള്ളാഹുടെ സഹായം നമുക്കുണ്ടാവും. അതുപോലെ നിർബന്ധമായിട്ട് നോമ്പെടുക്കുന്നത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സമ്പത്തില് മാലുള്ളാഹ്, അള്ളാഹുടെ സമ്പത്തില് ചെലവാക്കുന്നത് നിർബന്ധമായിട്ടും ചെലവാക്കേണ്ടതുണ്ട്. സക്കാത്ത് കൊടുക്കുന്നത് ഇങ്ങനെ. അതുപോലെ ജീവിതത്തിൽ പണം ഇന്നുണ്ടെങ്കിൽ, ആരോഗ്യം ഇന്നുണ്ടെങ്കിൽ ഹജ്ജാക്കുന്നത്. ഇതെല്ലാം നിർവഹിക്കുമ്പോഴത്തേക്കും അള്ളാഹു ഏറ്റവും അടുക്കു സാധ്യാവൂ, നല്ല ബന്ധം നിലനിർത്തകു സാധ്യാവൂ. അതുപോലെ രണ്ടാമതായിട്ട് മനസ്സിലാക്കുക വിശ്വാസിക്ക് വേണ്ടത് തവക്കുലായി തിക്കറ്, അള്ളാഹുന് ഏൽപ്പിക്കറ്. അള്ളാഹു നന്റെ കൂടെ ഉണ്ടു ചെല്ലതായ ആ വിശ്വാസം ഉണ്ടാകുമ്പോ പിന്നെ അവനക്ക് യാതൊരു പേടിയും ഉണ്ടാവില്ല. എന്ത് വന്നിട്ടായെങ്കിലും, ഏത് സർക്കാർ വന്നെങ്കിലും, ഏത് വിധി വന്നെങ്കിലും, ഏത് NRC വന്നെങ്കിലും, ഏത് SIR വന്നെങ്കിലും അള്ളാഹുലുള്ള തവക്കുൽ നമുക്ക് വേണം. ആര് വന്നെങ്കിലും ഒരു ചുക്കും ആക്കുക സാധ്യല്ല. ലാ യദുറുക്കും കൈദുക്കും ശൈആ കൈദുഹും ശൈആ, അല്ലെ? നിങ്ങളെ ഒരു നിലക്കും ദ്രോഹിക്കുക സാധ്യല്ല. ഇൻ തസ്ബിറു വ തത്തഖു, 2 കണ്ടീഷൻ അല്ലാഹു വെച്ചിട്ട്. ഇൻ തസ്ബിറു വ തത്തഖു, നിങ്ങൾ സബൂറാക്കേണ്ടായെങ്കിൽ, നിങ്ങൾ തഖ്വ പുലർത്തി ജീവന നയിക്കണ്ടായെങ്കിൽ, ലാ യദുറുക്കും കൈദുഹും ശൈആ, ഒരു നിലക്കുള്ള കുതന്ത്രവും നിങ്ങളെ മേൽ ആക്കുക സാധ്യമേ അല്ല ചെന്ന് അള്ളാഹുരെ ഭരവസായി തിക്കറ്. അതുകൊണ്ട് വിശ്വാസിമാർ പേടിക്കേണ്ട ആവശ്യമില്ല. തവക്കുൽ എപ്പോഴും വേണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹു തവക്കുലാക്കുന്നതായ ആൾമാരെ അള്ളാഹു ഇഷ്ടപ്പെടുവാണ്. അത് മുഅ്മിനിന്റെ ലക്ഷണമായി തിക്കുന്ന ഞാൻ ഒരുപാട് തവണ കേട്ടതായി തിക്കറ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസിമാർ ആറ് ചെന്നെങ്കിൽ വിശ്വാസിമാരെ ഗുണായി തിക്കരുത്, ലക്ഷണായി തിക്കരുത്, ഇങ്ങ മാത്രമായി തിക്കറ്. മുഅ്മിൻ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയമാക്കിയിട്ടുണ്ട്. അതില് ഒരുപാട് കാര്യങ്ങൾ, 5 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഖുർആൻ ഓതിയുണ്ടായെങ്കിൽ ഞങ്ങൾ ഈമാൻ വർദ്ധിക്കണോ. അള്ളാഹുരെ സംബന്ധിച്ചിട്ട് കേട്ടുണ്ടായെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാക്കിയുണ്ടായെങ്കിൽ ഈമാനിൽ ഒരു ചെറിയ വർധനവ് ഉണ്ടാവണോ, ചേഞ്ചസ് ഉണ്ടാവണോ, അല്ലെ? അതുപോലെ വജിലത്തു ഖുലൂബുഹും, അങ്ങനെ ഹൃദയങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവണോ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, മൂന്നാമത്തെ ഗുണമായിട്ട് ചെന്നത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എല്ലാ കാര്യത്തും ഞങ്ങളെ കുടുംബമാവട്ടെ, കച്ചവടമാവട്ടെ, പഠിപ്പാവട്ടെ, അല്ലെ, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ ശരീരമാവട്ടെ, എല്ലാം അള്ളാഹു ഏൽപ്പിക്കുന്നതായ സ്വഭാവ വിശ്വാസിക്ക് ഉണ്ടാവണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടതായി തിക്റ് ദുആ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു, അല്ലെ? അല്ലാഹു റബ്ബിൽ യാ ഹയ്യായിട്ടുള്ള ഖയ്യൂമായിട്ടുള്ള റബ്ബേ, അല്ലെ, അസ്തഗീസു, ഞാൻ നിന്റെ ഒട്ടിಗೆ രക്ഷ കേൾക്കറേ, അസ്ലിഹ് ലി ശഅനി കുല്ലഹു, നിന്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തന്നു. അത് ഏതുണ്ടില്ല, എല്ലാ കാര്യവും A to Z കാര്യം അല്ലാഹുവേ അസ്ലിഹ് ലി ശഅനി കുല്ലഹു. ഒരു വിശ്വാസി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അസ്ലിഹി ലി ശഅനി കുല്ലഹു, എല്ലാ കാര്യവും നീ നന്നാക്കി തരണം റബ്ബേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണ് ചിമ്മിത്ത് തുറക്കുന്ന സമയം ഉണ്ടല്ലേ, നിമിഷ സെക്കൻഡ് ഉണ്ടല്ലേ, ആ സെക്കൻഡ് സമയം പോലും നന്റെ നീന് ഏൽപ്പിക്കണ്ടാണ്ട്, നന്റെ നീന് ഏൽപ്പിക്കണ്ട റബ്ബേ. നീയേ ഇത് നോക്കണം, ശ്രദ്ധിക്കണം. കണ്ണ് ചിമ്മി തുറക്കുന്ന നിസ്സാരമായിട്ടുള്ള ഒരു സെക്കൻഡ് പോലും നീ നന്റെ ഏൽപ്പിക്കണ്ട, നന്റെ ശരീരത്തിൽ ഏൽപ്പിക്കണ്ട നോക്കൂ, അതുപോലും നീ നോക്കണ റബ്ബേ ചെന്ന് അള്ളാഹുരൊട്ടിಗೆ തവക്കുലാക്കറെ,
ആ പ്രാർത്ഥന അങ്ങ് മനസ്സിലാക്കിയതായിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുക സാധ്യ. അള്ളാഹുമായിട്ട് അടുക്കുകു, മുട്ടാവകു, നല്ല ബന്ധത്തിലേർപ്പെടുകു തവക്കുൽ ആവശ്യമായിത്തിക്കറ്. അതുപോലെ മൂന്നാമതായിട്ട് ഖുർആൻ പാരായണ തദബ്ബുർ, ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുർ. ഖുർആൻ ഓതുമ്പത്തുകു ಅದರ അർത്ഥമനുസരിച്ചിട്ട് അല്ലെ പഠിക്കണം. കേവലമായ ഒരു റീഡിങ് കൊണ്ടുത്തു പാരായണ കൊണ്ടുത്തു മനസ്സ് ചേഞ്ച് ആവുന്നില്ല. അത് കൂലി കിട്ടും. നമുക്ക് ഒരുപാട് കൂലി കൊണ്ട് പുണ്യമാക്കപ്പെട്ടതായിട്ട് ബർക്കത്തുണ്ട്, അതിൽ സംശയമില്ല. നല്ല മനസ്സ് ചേഞ്ചസ് ആവുന്നുണ്ടായെങ്കിൽ ഖുർആന്റെ അർത്ഥ പഠിക്കണോ, അത് ഇറങ്ങണോ, തദബ്ബുർ വേണോ. തദബ്ബുർ ഇല്ലാമാറ് എന്ത് ഖുർആൻ പാരായണ എന്ത് ടേസ്റ്റ് ആയിത്തിക്കറ് ചൊന്ത് സ്വഹാബത്ത് നമുക്ക് കേൾക്കുന്നതായിട്ട് കണകു സാധ്യ അല്ലെ. അത് ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾക്ക് ടേസ്റ്റ് പറഞ്ഞോണ്ടായെങ്കിൽ അല്ലെ, കറിക്ക് ഉപ്പിട്ടില്ല ഉണ്ടായെങ്കിൽ അത് എത്ര നല്ല പീസായി തിന്നെങ്കിലും അത് ഉപ്പില്ല ഉണ്ടായെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അല്ലെ. എത്ര നല്ല നീ കാച്ച ഉണ്ടായെങ്കിലും എത്ര നല്ല കറിയാക്കി തിന്നെങ്കിലും ഉപ്പിട്ടില്ല ഉണ്ടായെങ്കിലും ഒരു ടേസ്റ്റും ഞങ്ങൾക്ക് അതിൽ നിന്ന് ആസ്വദിക്കുക സാധ്യല്ല. അതുപോലെ ഖുർആന്റെ ഞങ്ങൾക്ക് എത്ര ഓതി ഉണ്ടായെങ്കിലും അതിന്റെ ടേസ്റ്റ് പറഞ്ഞുണ്ടായെങ്കിലും എത്രമാ തവണ ഞങ്ങൾ ആവർത്തിച്ചിട്ട് 2 ഖത്ത 3 ഖത്ത എത്ര ഓതി ഉണ്ടുള്ള റമദാനിൽ ഇങ്ങനെ ഓതി ഉണ്ടുള്ള, പക്ഷെ മനസ്സിന് യാതൊരു ടേസ്റ്റും ഇല്ല. കാരണം ആ ടേസ്റ്റ് ഖുർആൻ അർത്ഥമനുസരിച്ചിട്ട് ഓതകൂ, ഒരു തവണയെങ്കിലും പഠിക്കൂ നമുക്ക് സാധ്യമായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ടേസ്റ്റ് കിട്ടാത്തത്. അപ്പൊ അള്ളാഹുമായിട്ട് അടുക്കുക. അള്ളാഹു എന്തൊരു ചെന്നിറാൻ എന്തൊരു പരിഹാരമുണ്ടോ, ടെൻഷനിക്ക് എന്തൊരു പരിഹാരമുണ്ടോ ചെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും സബൂറാക്കിയിട്ട് ജീവിക്കുകയും അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്കും ഞങ്ങളുടെ സമുദായത്തും അള്ളാഹു നൽകിയിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദം ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണോ ചെന്തിനർക്ക് നിങ്ങളൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള ഒരു വിശ്വാസിയുടെ ജീവനത്തിൽ ഉണ്ടാവേണ്ടതായ പ്രധാനപ്പെട്ടതായ ഗുണത്തെ സംബന്ധിച്ചായിത്തിക്കറ് അഥവാ സബുറെ സംബന്ധിച്ചായിത്തിക്കറ് നിങ്ങളൊട്ടിಗೆ സൂചിപ്പിച്ചത്. വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷണമായിത്തിക്കറ് തവക്കുലു ചെല്ലും. ഏതൊരു വിഷയം ജീവിതത്തിൽ നമുക്ക് തവക്കുലുന്നുണ്ടായെങ്കിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ വിശ്വാസിയുടെ ലക്ഷണായിത്തിക്കറ് കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. അള്ളാഹു വിധിച്ചതല്ലാമാർ ഉമ്മറെ ബൈത്തിലിക്കും ഒത്തുകു 4-ാമത്തെ തിങ്കളാം ഒത്തുകു അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചതായിട്ടിക്കറ് റിസ്ക് ചെല്ലത് അല്ലെ. 4 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഉമ്മറെ ബൈത്തിൽ കിടാവയ്ക്കും ഒത്തുകു അള്ളാഹു ഇട്ടുകൊടുക്കുറാണ്. മലക്കുമാർ രേഖപ്പെടുത്തി വെക്കാറ്. പിന്നെ ടെൻഷന്റെ ആവശ്യമില്ല. ബികത്ബി റിസ്കിഹി വഅജലിഹി വഅമലിഹി ശഖിയുൻ ഔ സഈദുൻ. 4 കാര്യങ്ങളായി തിക്കറ്. അവന്റെ റിസ്ക്, അവന്റെ അജല്, അവന്റെ അമല്. അതുപോലെ ശഖിയുൻ അല്ലെ, റിസ്ക് ചെന്നെങ്കിൽ അവന്റെ ഉപജീവന മാർഗം ദുനിയാവിലും എന്തെല്ലാം അവനക്ക് കിട്ടൊക്കെ പോകണ്ട അതെല്ലാം റിസ്ക് ആയി തിക്കറ്. അവന്റെ ജോബോ, അവന്റെ കച്ചവടമാവട്ടെ, അവന്റെ ഭാര്യയാവട്ടെ, മക്കളാവട്ടെ അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചത്. അതുകൊണ്ടിട്ട് ടെൻഷൻ വേണ്ടാട്ടോ. നിന്റെ ജോബ് വേറെ ആരും കൈയിടലേട്ടോ. നിന്റെ കച്ചവടത്തിൽ വേറെ ആരും നിക്ക് കിട്ടണായ കച്ചവടം അത് നിക്ക് കിട്ടു, അതിൽ സംശയമേ ഇല്ല. ആരും തട്ടിമാറ്റൂല, എടുക്കുക സാധ്യമേ അല്ലാണ്ടു. ആ ഒരു വിശ്വാസ ഉമ്മറെ വയറ്റിലേക്കും ഒത്തുകെ അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചതായിട്ട് പിന്നെ ടെൻഷന്റെ ആവശ്യകതയില്ല. അള്ളാഹു തീരുമാനിച്ചില്ല നിക്ക് എത്ര റിസ്ക് തരണോണ്ട്. വഅമലിഹി, അതുപോലെ വഅജലിഹി, അവന്റെ ടൈമും എത്ര ആയുസ്സിന് ചെയ്യിക്കലുണ്ട് അള്ളാഹു തീരുമാനിച്ചതായിട്ട്
അതുകൊണ്ട് ടെൻഷൻ്റെ ആവശ്യകതയില്ല. അതുപോലെ അമലിയുടെ അമലും അതുപോലെ ഷക്കിയുണ്ടാവും സഈദും സൗഭാഗ്യ ചില ആൾമാർക്ക് സൗഭാഗ്യം ഉണ്ടാവും, ചില ആൾമാർക്ക് ദൗർഭാഗ്യം. ഏത് കച്ചവട തൊട്ടുണ്ടായെങ്കിലും കള്ളായിട്ട് പോകണ്ടേ, ചില ആൾമാർക്ക് ഏത് കച്ചവടത്തിൽ തൊട്ടുണ്ടായെങ്കിലും ബംഗാറായിട്ട് പോകണ്ടു ചെന്നെങ്കിലും അത്രയും ബിസിനസ്സും അതെല്ലാം കിട്ടുക, ചെറിയ മുതൽ മുടക്കല്, വലിയ ലാഭം കിട്ടുക. ചില ആൾമാർ വലിയ പൈസ ഇറക്കാറ്, ചെറിയ ലാഭം കിട്ടുക. ഇതല്ല സൗഭാഗ്യ ദൗർഭാഗ്യ ചെല്ലത് അള്ളാഹു നിശ്ചയിച്ചതായിട്ട് അള്ളാഹു വിരിച്ചതല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ബാധിക്കുക പോണ്ടില്ല. ആരെയും പേടിക്കര ആവശ്യകത ഇല്ല. ഹുവ മൗലാന, അവനായി തിക്റ് ഞങ്ങളെ സഹായിയായിട്ടുള്ളവൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസിമാർ അവന്റെ മേലിൽ ഫഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങ അവന്റെ മേലിൽ തവക്കുലാക്കട്ടെ അല്ലേ. ഏതും പേടിക്കേണ്ട ആവശ്യകതയില്ല. ടെൻഷനായിട്ട് ജീവിതം അവസാനിപ്പിച്ചിട്ടായെങ്കിൽ വലിയ ഒരു ആപത്തായി തിക്റ്. അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതായി തിക്റ് ശിർക്ക് പോലെ വലിയ ഗൗരവമുള്ള കാര്യമായി തിക്റ്. കാലാകാല നരകത്തുക പ്രവേശിക്കേണ്ടതായി അവർ കാര്യമായി തിക്റ്. ആത്മഹത്യ ചെല്ലത് അല്ലെ അവസാനിപ്പിക്കറ്. അള്ളാഹുരെ അമാനത്തായി തിക്റ്. ഞങ്ങളെ ശരീരം ഞങ്ങളെ ഇഷ്ടം വന്ന പോലെ ഉപയോഗിക്കുകയുള്ളതല്ല. അള്ളാഹു തീരുമാനിച്ചത് എപ്പം മരിക്കണോ അല്ലെ, അത് രണ്ടും ഞങ്ങളെ തീരുമാനത്തിലല്ല, അള്ളാഹുരെ തീരുമാനത്തിലായി തിക്റ് അല്ലെ. എപ്പനാണ് ജനിക്കണോ, ഞാൻ എങ്ങനാവണോ അബ്ബുമ്മ തീരുമാനിച്ചിട്ടല്ല മക്ക വേണ്ടത്. നന്റെ അബ്ബുമ്മ തീരുമാനിച്ചിട്ടല്ല ഉണ്ടായിരുന്നതാണോ. ഞങ്ങൾ തീരുമാനിച്ച പോലെ ഉമ്മറെ ബൈത്തിലേക്ക് മൊത്ത ഇന്നേ രൂപത്തിൽ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, കർത്തവനാവണോ വെൽത്തവനാവണോ, കച്ചവടക്കാരനാവണോ, ബുദ്ധിയുള്ളവനാവണോ, ആരോഗ്യമുള്ളവണോ, ഞങ്ങളെ തീരുമാനത്തിലല്ല ഉമ്മറെ ബൈത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ മരിച്ചു പോകുമ്പോഴത്തേക്കു ഞങ്ങളെ തീരുമാനത്തില്ല ഇന്നേ ടൈമിൽ മരിക്കണോ, ഞങ്ങളെ തീരുമാനമല്ല അത് അള്ളാഹുരെ തീരുമാനമായി തിക്കറ് അല്ലേ. അങ്ങനെ തീരുമാനിച്ചെങ്കിൽ സ്വയം തീരുമാനിച്ചെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചന്ത ബാദറനി അബ്ദി ബിനഫ്സിഹി ഫഹറംതു അലൈഹിൽ ജന്ന. നന്റെ തീരുമാന ബന്ധ മുന്നല് നന്റെ ടൈം ഉണ്ട്, അതിന് മുന്നല് അവന് സ്വയം തീരുമാനം എടുത്തിട്ടെങ്കിൽ ഫഹറംതു അലൈഹിൽ ജന്ന, സ്വർഗവനുകു നിഷിദ്ധമായി തിക്കറ്, ഹറാമായി തിക്കറ്, സംശയമില്ല അല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം അച്ഛൻ ഒരുപാട് ഹദീസ് ഞാൻ ദീർഘിപ്പിക്കില്ല. ഏതെല്ലാം രൂപത്തിൽ ആത്മഹത്യക്കാർ അതുപോലെ തിക്കറ്. നാല് നരകത്തിലെക്കുള്ള ശിക്ഷ അത് കാലാകാലം. അത് ഇണ്ടത്തെ പോലെ ഒരു കുറഞ്ഞ സമയമല്ല, 60-70 വർഷമല്ല, മനസ്സിലാക്കണം 1000 വർഷം അല്ലേ. അവിടുത്തെ ഒരു 4 കണക്കാക്കര 1000 വർഷം ഉണ്ട്. അങ്ങനത്തെ എത്രമാ കാലാകാല ഖാലിദം മുഖല്ലദം ഫീഹാ അബദാ അല്ലെ. എല്ലാം ഹദീസിന്റെ അവസാനത്തെല്ലാം കാണാൻ സാധ്യ. ഖാലിദം മുഖല്ലദൻ ഫീഹാ അബദ, ശാശ്വതമായിട്ട് കാലാകാല നരകത്തിൽ ഉണ്ട് അല്ലെ. ഏത് രൂപത്തിൽ ഒരാളെ കുത്തിത്ത് മറിച്ച് തിന്നെങ്കിൽ അത് കുത്തിക്കൊണ്ടിരിക്കുവാണ്. വിഷ കുടിച്ചിട്ട് മറിച്ച് തിന്നിട്ടായെങ്കിൽ ആത്മഹത്യ ആക്കി തിന്നെങ്കിൽ അതുപോലെ വിഷ കുടിച്ചോണ്ടിരിക്കുക കാലാകാലം. അത് എത്ര നാളുണ്ടില്ല. അതുപോലെ മേൽ നിന്ന് തുള്ളി തിന്നെങ്കിൽ തണ്ണിക്ക് തുള്ളി തിന്നെങ്കിൽ അല്ലെങ്കിൽ ഗുഡ്ഡർ മേൽ നിന്ന് തുള്ളിത്ത് ആത്മഹത്യ ആക്കി തിന്നെങ്കിൽ അതുപോലെ തുല്യോണ്ടിക്കുവാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരു ഗൗരവം. ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് കാണാം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാര പോലും അല്ലെ അത്തരത്തിലുള്ള ആൾമാരെ ജനാസ നിസ്കാര പോലും നിസ്കരിച്ചിട്ടില്ല, മാറി നിണ്ടെത്ത്. ಅದರ ಗೌರವ മനസ്സിലാക്കുന്ന സമുദായ. അപ്പൊ കാലാകാല നരക എടുക്കുന്നതായ ആൾമാർ മനസ്സിലാക്കും. ദുനിയാവിലെ നരകത്തെ വിലക്ക് വാങ്ങുന്ന ആൾമാർ, പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന പോലെ നരകത്തെ ചോദിച്ചിട്ട് വാങ്ങുന്നതായ ആൾമാർ, അത്തരത്തിലുള്ള ആൾമാർ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ മുസീബത്തിൽ നിന്നും അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ സമുദായത്തെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങൾ ആക്കിപ്പോയതായി മുഴുവൻ ദോഷത്തെ റബ്ബ് സുബ്ഹാനഹു പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. ഞങ്ങൾ ഇന്ന് രോഗം കൊണ്ടൊത്തു കഷ്ടപ്പെടരുതായി എത്രയോ സഹോദരിമാരുണ്ട്, പ്രാർത്ഥിക്കുക വസിയത്താക്കിയതായ ആൾമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളുടെ രോഗത്തെ എത്ര വേഗ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങൾ ഇന്ന് മരിച്ചുപോയതായ ഞങ്ങളുടെ അബ്ബ ഉമ്മ
ഞങ്ങളെ സഹോദരന്മാർ കുടുംബക്കാർ ചങ്ങായിമാർ നിരക്കരങ്ങ സംഘടനാ പ്രവർത്തകന്മാർ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്തുണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒരു വിഷയ ചെല്ലകുല്ലെ ഞങ്ങളെ പള്ളിയുടെ കലക്ഷൻ ഉണ്ട്. അള്ളാഹുരെ മാർഗത്ത് നിങ്ങൾ ധാരാളമായിട്ട് ചെലവാക്കണം. ഒർക്കൊത്തുകും നിങ്ങൾക്ക് നഷ്ടപ്പെടുക പോണ്ടില്ല. ಅದರ ಬದಲಾಯಿತು ಅಲ್ಲಾಹುರೆ ವಾಗ್ದಾನವಾಯ್ತಿಕ್ಕರು. ಅಲ್ಲಾಹುರೆ ವಾಗ್ದಾನ, ಅಲ್ಲಾಹುರೆ ಭರವಸೆ ಆಯ್ತಿಕ್ಕರು. ಅಲ್ಲಾಹುರೆ ಪಲ್ಲಿಗೆ ಅಲ್ಲಾಹುರೆ ಮಾರ್ಗತ್ತಲ್ಲಿ ನೀವು ಎಂದ್ರೆ ಚೆಲವಾಕ್ರಾರು ಅದಕ್ಕೆ ಬದಲಾಯಿತು ಅವನು ತಂಡ ചെല്ലതായേ അള്ളാഹുറെ വാഗ്ദാനം. അതുകൊണ്ട് ഏത് രൂപത്തിൽ ഞങ്ങൾക്ക് തരുവ, കച്ചവടമാവട്ടെ, അല്ലെങ്കിൽ ആരോഗ്യത്തിലാവട്ടെ, അല്ലെങ്കിൽ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാവട്ടെ, എങ്ങനെയും അള്ളാഹു തരുവാണ്, അതിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് അള്ളാഹുറെ മാർഗത്തിൽ നിങ്ങൾ ചെലവാക്കണം. എൻ്റെ പള്ളിയുടെ കലക്ഷൻ ഉണ്ട്, എല്ലാവരും സഹകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.